അസ്സലാമു അലൈക്കും. എല്ലാവരും ആകെ തകർന്നു പോയി. ചെക്കൻ്റെ വീട്ടുകാരെ എങ്ങനെ ഈ വിവരം അറിയിക്കുമെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയം തകർക്കുന്നതായിരുന്നു. അവൾ ആ ചെക്കൻ്റെ കൈ പിടിച്ചു നിൽക്കുന്നു. കഴുത്തിൽ ഒരു മഞ്ഞ ചരടിൽ കോർത്ത താലിയും നെറ്റിയിൽ സിന്ദൂരവും ചാർത്തി നിൽക്കുന്നു. ആ കാഴ്ച കണ്ട് ഉപ്പച്ചിയുടെ ഹൃദയം പൊട്ടിപ്പോയി. നിൽക്കാൻ പറ്റാതെ ചുവരിൽ പിടിച്ചെങ്കിലും ഊർന്നു താഴേക്കു പോയി. 22 വർഷം ഒരു കുറവും വരുത്താതെ നോക്കി വളർത്തിയ പൊന്നുമോള് ഉപ്പച്ചിയെ ഇങ്ങനെ ചതിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഉപ്പച്ചി കരുതിയില്ല. മോളെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. വായോ മോളെ. ഉപ്പച്ചിയുടെ മോള് വായോ. ഇല്ല, എനിക്ക് ആദിയുടെ കൂടെ ജീവിച്ചാൽ മതി. ഞാൻ വരില്ല മോളെ. ഉപ്പച്ചി അപേക്ഷിക്കുവാണ്. മോള് വായോ. ഉപ്പച്ചി വേണ്ട, അവളെ ഇനി വിളിക്കണ്ട. മോനെ. വേണ്ട ഉപ്പച്ചി, നമ്മളെ ഒന്നും ഓർക്കാതെ പോയതല്ലേ അവള്. പോട്ടെ. ഉപ്പച്ചിക്ക് പറ്റണില്ല മോനെ. മിൻവ മോളെ വായോ. ഉപ്പച്ചി വേണ്ട ഉപ്പച്ചി, അവൾ മരിച്ചെന്നു കരുതിയാൽ മതി. നമുക്ക് പോകാം സാർ. പരാതി ഒന്നുമില്ല, ഞങ്ങൾ പോകുന്നു. അതും പറഞ്ഞ് ഉപ്പച്ചിയെയും കൂട്ടി മിസ്ബാഹ് പുറത്തേക്ക് നടന്നു. വീട്ടിലെത്തിയ പാടെ ഉമ്മി ഓടി വന്നു. ഇക്ക, എന്തായി? നമ്മുടെ മോൾ എവിടെ? അവൾ വന്നില്ല റസിയ. വന്നില്ലേ എൻ്റെ മോള്? ഇക്കാ, അവൾ വരില്ല. കാണാൻ പറ്റാത്ത കാഴ്ചയാണ് ഞാൻ അവിടെ കണ്ടത്. നമ്മുടെ മോള് മരിച്ചെന്നു കൂട്ടിയാൽ മതി, അതും ഈമാനില്ലാതെ. ഉമ്മി ആകെ തളർന്നു പോയി. ഇതൊക്കെ കണ്ട് കരയാനല്ലാതെ ഒന്നിനും പറ്റിയില്ല എന്നെക്കൊണ്ട്. റസിയ, അവർ നിശ്ചയത്തിന് ഇട്ട സ്വർണവും ഡ്രസ്സും പിന്നെ ആ മൊബൈലുമൊക്കെ എടുക്ക്. അവിടെ പോയി അതൊക്കെ കൊടുത്ത് വിവരം പറയട്ടെ. നെഞ്ചു പൊട്ടുന്ന വേദനയോടെ ഉപ്പച്ചി പറഞ്ഞു. മിസ്ബാഹ് എവിടെ? ഓനോട് വരാൻ പറ മോളെ. ഉപ്പച്ചി ഇവിടെ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എടുക്കാം. സങ്കടപ്പെടല്ലേ ഉപ്പച്ചി. മോളെ, ഓനെ വിളിക്ക്. പോയിട്ട് വരാം. ആ ഉപ്പച്ചി ഇരിക്കെ, ഞാൻ കാക്കൂനെ വിളിക്കാം. അപ്പോൾ തന്നെ കാക്കുവും ഉപ്പച്ചിയും ഷിനാസ്കാടെ വീട്ടിൽ പോയി. അവിടെ എത്തി കാറിൽ നിന്ന് ഉപ്പച്ചി ഇറങ്ങി. എന്തോ നടക്കാൻ പറ്റാത്ത പോലെ തോന്നി. ചെക്കൻ നാളെ വരാനിരിക്കെ, അടുത്ത ആഴ്ച കല്യാണം നടക്കാനിരിക്കെ പെണ്ണ് ഇങ്ങനെ പോയി എന്ന് ഈ വീട്ടുകാരോട് എങ്ങനെ പറയും എന്ന് ആലോചിച്ചിട്ട് ഉപ്പച്ചി ആകെ തകർന്നു പോയി. അവിടെ ചെന്നു ബെല്ലിലെ സ്വിച്ചിൽ വിറക്കുന്ന കൈകൾ കൊണ്ട് ഉപ്പച്ചി അമർത്തി. അടുത്ത നിമിഷം തന്നെ വാതിൽ തുറന്ന് ചെക്കൻ്റെ ഉപ്പ വന്നു. അല്ല, ആരിത്? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. വായോ, കയറിയിരിക്കെ. മോനെ വായോ. എന്താ ഇത്? കയ്യിൽ ബാഗ്. അത് എന്താ അസീസെ താൻ വല്ലാതെ ഇരിക്കുന്നത്? ഇരിക്ക്, എന്നിട്ട് സംസാരിക്കാം. അകത്തേക്ക് കയറി സോഫയിൽ ഇരുന്നു. അപ്പോഴേക്കും ഉമ്മി വന്നു. ഹാ, എന്താണ്? പറഞ്ഞില്ലല്ലോ വരുന്നത്. അസീസെ, എന്താ കാര്യം? എനിക്ക് എങ്ങനാ പറയേണ്ടതെന്ന് അറിയില്ല. നാളെ മോൻ വരൂലേ, ഓനോട് എന്താണ് പറയുക എനിക്കറിയില്ല. കാര്യം എന്താണ്? മോള് നമ്മളെ ചതിച്ചു. വെളുപ്പിനെ അവളെ കാണാതായി. അന്വേഷിക്കാൻ ഒരിടം ബാക്കിയില്ലാതെയായി. ഓള് ചതിച്ചുപോയി. അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ടവനൊപ്പം. എല്ലാവരെയും ചതിച്ചു പോയി അവൾ. മാപ്പ് പറയാൻ പോലും അർഹതയില്ല എനിക്ക്. എങ്കിലും പറയുവാണ് മാപ്പ്. എൻ്റെ മോള് ചെയ്ത തെറ്റിന് മാപ്പ്. ഏയ് അസീസെ, എന്താണിത്? താൻ വിഷമിക്കല്ലേ. അത് റബ്ബിൻ്റെ വിധിയാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഫാത്തിമ, ചായ എടുക്ക്. വേണ്ട, പോകുവാണ്. ഇനി ഇവിടെ നിൽക്കാനുള്ള അർഹതയില്ല. ഏയ്, താൻ ഇങ്ങനെ ആയാലോ. ഇത് നിശ്ചയത്തിനിട്ട ഡ്രസ്സും സ്വർണങ്ങളുമാണ്, പിന്നെ മൊബൈലും. ഇത് ഏൽപ്പിച്ച് മാപ്പ് പറയാനാണ് ഞാൻ വന്നത്. അത് വിധിയാണ്. അങ്ങനെ സമാധാനിക്കാം. നിങ്ങൾ നല്ലവരായതുകൊണ്ടാണ് ഞങ്ങളെ ആട്ടിയിറക്കാതിരുന്നത്. താൻ ഇരിക്ക്, ചായ കുടിക്ക്. ഇതാ കണ്ടോ, ഇന്ന് കുറച്ചു മുമ്പ് ഷിനു അയച്ച 2 പെട്ടികൾ വന്നതാ. അതിലെ ഒരു പെട്ടിയുടെ മുകളിൽ എഴുതിയത് വായിച്ചു നോക്കിയേ. ആയിഷ മിൻവ. അത് അവൾക്കുള്ളതായിരുന്നു. അവൾക്ക് വേണ്ട സാധനങ്ങളാണ്. നാളെ അവൻ വന്നിട്ട് അതുമായി അങ്ങോട്ട് വരാൻ ഇരിക്കായിരുന്നു ഞങ്ങൾ. അത് കേട്ടതോടെ ഉപ്പച്ചിയുടെ നെഞ്ച് തകർന്നു പോയി. കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു. അവൾ പോയത് അറിഞ്ഞതോടെ ഷിനു ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ഇടയ്ക്കിടെ ഉമ്മീനെ വിളിച്ചു ഷിനുക്കാടെ ഉമ്മ ആശ്വസിപ്പിക്കും. അവർ നല്ല സൗഹൃദത്തിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. ഉപ്പച്ചിയും ഷിനുക്കാടെ ഉപ്പയും പഴയതിലും നല്ല ബന്ധത്തോടെ മുൻപോട്ട് പോകുന്നു. ഷിനുക്ക ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിലെത്തി. വീണ്ടും കല്യാണ ആലോചനകൾ നടന്നു. ഷിനുക്കാക്ക് ഒന്നിലും താല്പര്യം തോന്നിയില്ല. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ ഷിനുക്കാടെ ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു വീട്ടിൽ. അവരെ കണ്ടതും ചിരിച്ചുകൊണ്ട് "അമ്മള് എപ്പോൾ വന്നെന്ന് ചോദിച്ചു. കുറച്ചു നേരം ആയെന്ന് അവർ പറഞ്ഞു. നമ്മൾ വേഗം ബാഗ് റൂമിൽ കൊണ്ടുവച്ചു കിച്ചണിലേക്ക് ചെന്നു. ഉമ്മി അവർക്ക് ചായ എടുക്കുന്നുണ്ട്. ഉമ്മി അവർക്ക് ചായ കൊടുക്കാൻ പോയി. നമ്മൾ വേഗം റൂമിലേക്ക് പോയി ഫ്രഷായി വന്നു. അപ്പോൾ അവർ പോകാൻ നിൽക്കുവാണ്. പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ പോയി.
അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പച്ചി നമ്മളെ അടുത്തേക്ക് വന്നു. ഉപ്പച്ചി ഒരു കാര്യം പറയട്ടെ മോളെ. എന്താ ഉപ്പച്ചി? അവർ വന്നത് എന്തിനാണെന്ന് മോൾക്ക് അറിയോ? ഇല്ല. എന്താ കാര്യം ഉപ്പച്ചി? ഷിനുക്കാടെ കല്യാണം മുറിച്ചോ? ഇല്ല, അത് പറയാനാണ് അവർ വന്നത്. എന്താ ഉപ്പച്ചി? അത് മോളെ ആയിട്ട് കല്യാണം ഉറപ്പിച്ചാലോ എന്ന് അവർക്ക് ആഗ്രഹം. ഉപ്പച്ചി, മോളുടെ സമ്മതം ഉണ്ടെങ്കിലേ ഉപ്പച്ചി അവരോട് എന്തെങ്കിലും പറയൂ. ഉപ്പച്ചി, ഞാൻ എന്താ പറയുക? അവളെ കെട്ടാൻ ആഗ്രഹിച്ച ആളല്ലേ എന്നെ. ആൾക്കത് ഇഷ്ടാവോ? മോളെ, വേറെ ഏതെങ്കിലും കുടുംബമാണെങ്കിൽ നമ്മളെ പിന്നെ ശത്രുക്കളായേ കാണൂ. പക്ഷേ ഇവർ അങ്ങനെയല്ല. എൻ്റെ മോൾക്ക് അവിടെ സുഖമായിരിക്കും. അത് ഉപ്പച്ചിക്ക് ഉറപ്പാണ്. ഉപ്പച്ചിയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇനിയും എൻ്റെ ഉപ്പച്ചി വേദനിക്കുന്നത് കാണാൻ വയ്യ എനിക്ക്. മോളെ, ഞാൻ അവരെ വിളിച്ചു പറയട്ടെ സമ്മതമാണെന്ന്? ഹാ ഉപ്പച്ചി. ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം. ഹാ, പഠിപ്പൊക്കെ നടക്കും. അത് അവർക്കും താല്പര്യമാണ്. ആ, ഉപ്പച്ചിക്ക് സന്തോഷമായില്ലേ? എനിക്കത് മതി. മോൾക്ക് സമ്മതമാണെങ്കിൽ അടുത്ത മാസം തന്നെ കല്യാണം നടത്താം എന്നാണ് അവർ പറഞ്ഞത്. ആ, എന്നാൽ ഞാൻ റൂമിലേക്ക് ചെല്ലട്ടെ ഉപ്പച്ചി. റൂമിലേക്ക് പോയി കണ്ണാടിയിൽ നോക്കി നിന്ന്. ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഇനി കാണാൻ വരുമോ എന്നും അറിയില്ല. എന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ എന്നും അറിയില്ല. എല്ലാം വരുന്ന പോലെ വരട്ടെ. അവൾ കരുതിയ പോലെ തന്നെ അവളെ കാണാൻ വന്നില്ല. ഇന്ന് കല്യാണവും കഴിഞ്ഞു. എന്നിട്ട് സംഭവിച്ചതൊക്കെ ഇങ്ങനെ. മോള് കിടന്നില്ലേ എന്ന ഉമ്മയുടെ ചോദ്യത്തിലാണ് അവൾ ഓർമ്മകളിൽ നിന്നു പുറത്തേക്ക് വന്നത്. വന്നു കിടക്ക് മോളെ, നേരം വെളുക്കാനായല്ലോ. അത് കേട്ടത് ഉമ്മാടെ അടുത്ത് വന്ന് കിടന്നു. ഉമ്മാടെ നെഞ്ചോരം പറ്റിച്ചേർന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ ഉറങ്ങി. സുബഹി ബാങ്ക് കേട്ടപ്പോൾ അവളും ഉമ്മയും എണീറ്റ് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു, മോള് കുറച്ചുകൂടെ കിടന്നോ? വേണ്ട ഉമ്മ, ഞാനും വരുവാണ്. ഉമ്മയ്ക്കൊപ്പം അടുക്കളയിലേക്ക് കയറി. ഉമ്മ നാസ്ത ഉണ്ടാക്കാൻ നിന്നപ്പോൾ ഉമ്മൾ ചായ ഉണ്ടാക്കാൻ നിന്നു. ചായ ഉണ്ടാക്കി ഓരോ കപ്പിലേക്ക് ചായ പകർത്തി. ഉപ്പ എണീറ്റിട്ടുണ്ടാവില്ല, ചായ കൊടുക്കട്ടെ? ആ, മോള് കൊണ്ടു കൊടുക്ക്. ഉമ്മ, ഷിനുക്ക എണിച്ചിട്ടുണ്ടാവുമോ? ആ, അവനും കൊണ്ടുപോയിക്കോ. ഉമ്മ, ഞാൻ കൊണ്ടുപോകണോ? മോള് കൊണ്ടുപോയി കൊടുക്ക്. ആ, കൊടുക്കാം. ഉപ്പാക്ക് ചായ കൊടുത്ത് നേരെ ഷിനുക്കാടെ റൂമിലേക്ക് ചെന്നു. ആള് നല്ല ഉറക്കമാണ്. ചായ ടേബിളിൽ വെച്ച് അവിടെ നിന്നും പോന്നു. എണീറ്റില്ല മോളെ അവൻ? ഇല്ല ഉമ്മ, ചായ അവിടെ വെച്ചിട്ടുണ്ട്. ആ, ഇപ്പം എണീക്കും. കുറച്ച് കഴിഞ്ഞ് ഷിനുക്ക എഴുന്നേറ്റ് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരുന്നു. ഉമ്മ ടേബിളിൽ കൊണ്ടുവച്ച് അതിൽ നിന്നും ഇട്ട് കൊടുക്കാൻ എടുത്തതും തടഞ്ഞുകൊണ്ട് ഉമ്മാനെ വിളിച്ചു. എന്താ ഷിനു, എനിക്ക് വിളമ്പിത്താ. അതിനല്ലേ മോള് ഇവിടെ നിൽക്കുന്നത്? ഇത്രയും നാൾ ഉമ്മയല്ലേ വിളമ്പിയത്. ഉമ്മ വിളമ്പിയാൽ മതി. ഷിനു, എന്താ നിനക്ക്? എനിക്ക് ഒന്നുമില്ല. ഉമ്മാക്ക് വിളമ്പാൻ പറ്റോ? ഉമ്മ വിളമ്പിക്കൊടുക്കുക. അതും പറഞ്ഞ് ഉമ്മാനെ നോക്കി ഒന്ന് ചിരി വരുത്തി അവൾ അവിടെ നിന്നും പോയി. കിച്ചണിൽ പോയി നിന്ന് നിയന്ത്രണം വിട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്തിനാ റബ്ബേ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. മോളെ എന്നുള്ള ഉമ്മാടെ വിളി കേട്ടാണ് നോക്കിയത്. മോള് കരയുവാണോ? എന്താ മോളെ, സങ്കടപ്പെടല്ലേ. ഇല്ല ഉമ്മ. വേഗം ചായ കുടിച്ചിട്ട് റെഡിയാവും. മോളുടെ വീട്ടിലേക്ക് പോകണ്ടേ? ഇന്ന് അവിടെ നിങ്ങൾക്ക് വിരുന്നല്ലേ? ഉമ്മ, ഷിനുക്ക സമ്മതിച്ച. എന്നെ കാണാൻ പോലും വീട്ടിലേക്ക് വന്നില്ല. കല്യാണം ഹാളിൽ വെച്ച് നടന്നതുകൊണ്ട് വീട്ടിലേക്ക് വന്നില്ല. ഇനി വരുമോ ഉമ്മ? അതൊക്കെ വരും. മോള് റെഡിയാവ്, ഉമ്മ പറഞ്ഞോളാം. വേഗം തന്നെ ചായ കുടിച്ച് റൂമിലേക്ക് ചെന്നു. റൂമിലേക്ക് ചെന്നപ്പോൾ ഷിനുക്ക ബെഡിൽ ഇരിപ്പുണ്ട്. എന്നെ നോക്കുക പോലും ചെയ്തില്ല. ഷെൽഫിൽ നിന്നും ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് പോയി. വേഗം തന്നെ കുളിച്ച് റെഡിയായി വന്നു. മുടി കെട്ടാൻ വേണ്ടി കണ്ണാടിക്ക് മുൻപിൽ പോയി നിന്ന് തല തുവർത്തി കണ്ണാടിയിലൂടെ നോക്കിയപ്പോൾ മുടി തുവർത്തിയപ്പോൾ വെള്ളം തെറിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഒന്ന് പാളി നോക്കി. നമ്മൾ വേഗം തന്നെ മുടി കെട്ടാനുള്ളതൊക്കെ എടുത്ത് ഇന്നലെ കിടന്ന റൂമിലേക്ക് പോയി. വേഗം തന്നെ മുടി കെട്ടി വന്നു. ഉമ്മ, ഞാൻ റെഡി ആയിട്ടോ. ആ, സുന്ദരിയായല്ലോ. ഉമ്മ ഷിനുക്കാനോട് പറഞ്ഞോ? ആ, പറയാം. ആ, എന്നാ ഞാൻ ഇതൊക്കെ റൂമിൽ കൊണ്ടുവെക്കട്ടെ. ആ റൂമിൽ പോയാണ് ഒരുങ്ങിയത്. ആ, ചെല്ല്. നമ്മൾ റൂമിലേക്ക് പോയി റൂമിൻ്റെ ഡോറിനടുത്ത് എത്തിയപ്പോഴാണ് ഉമ്മ ഷിനുക്കാനെ വിളിക്കുന്നത് കേട്ടത്. ഫോണിൽ നോക്കിയിരിക്കുമ്പോഴാണ് ഉമ്മ വിളിക്കുന്നത് കേട്ടത്. അവിടെ നിന്ന് എണീറ്റ് ഡോറിനടുത്തേക്ക് നടന്നതും ആ പിശാശി വരുന്നത് കണ്ടില്ല. പോയി കൂട്ടി ഇടിച്ച് ഒന്ന് ഇടിച്ചപ്പോഴേക്കും ആ കുരുപ്പ് വീഴാൻ പോയി. വീഴേണ്ട എന്ന് കരുതി അവളെ പിടിച്ചത് അതേ കിടക്കണ് അവളോടൊപ്പം തറയിൽ. ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മളെ മേലെ കൂടെ ഷിനുക്ക വന്ന് വീണത്. എന്താ എന്നറിയാതെ നമ്മളെ കിളി പോയി. നമ്മൾ കണ്ണും മേച്ച് ഷിനുക്കയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മേലെ കൂടെ വീണിട്ട് ഓൾ എന്നെ കണ്ണും മീച്ച് നോക്കുന്നുണ്ട്. ഞാനാണേ സത്യത്തിൽ അവളുടെ മുഖം അപ്പോഴാണ് കാണുന്നത്. ഈ കാട്ടുപോത്ത് നമ്മളെ മേലാണ് കിടക്കുന്നത് എന്ന ഒരു ബോധം ഇല്ല. എന്തൊരു വെയിറ്റാണ്. നമ്മൾ ശ്വാസം മുട്ടി മരിക്കും. എഴുന്നേൽക്കാതെ നമ്മളെ നോക്കി കിടപ്പ് തുടർന്നപ്പോൾ നമ്മൾ പറഞ്ഞു, എഴുന്നേൽക്ക്, എനിക്ക് ശ്വാസം മുട്ടുന്നു.
ഓള് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോഴാണ് ഉമ്മക്ക് ബോധം വന്നത്. പെട്ടെന്ന് തന്നെ ഓളെ മേലെന്ന് എണീറ്റ് അവളെ നോക്കാതെ ഉമ്മയുടെ അടുത്തേക്ക് പോയി. ഷിനു എന്തെടുക്കായിരുന്നു? എന്താ ഉമ്മ, എന്തിനാ വിളിച്ചേ? മോള് റെഡിയായി, നീ പോയി റെഡിയാവ്. റെഡിയാവാനോ? എന്തിന്? ഇന്ന് മോളുടെ വീട്ടിൽ വിരുന്നിന് പോണം. വിരുന്നിനോ? എനിക്കൊന്നും പറ്റില്ല. ഷിനു വാശി പിടിക്കേണ്ട, ഇത് ചടങ്ങാണ്. ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല, ചെല്ല്. ഉമ്മ പറഞ്ഞത് കേട്ടതും പിന്നെ തർക്കിക്കാൻ നിന്നില്ല. വേഗം തന്നെ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്നപ്പോൾ ഓൾ അവിടെ ഇല്ലായിരുന്നു. നമ്മൾ വേഗം പോയി ഡ്രസ്സ് എടുത്തിടാൻ നിന്ന്. ടീഷർട്ട് മാറ്റി റെഡിയാവാൻ നിന്നതും അവൾ വന്നു. നമ്മൾ ഷർട്ടില്ലാതെ നിൽക്കുന്ന കണ്ട് പെണ്ണ് ഒരു നിമിഷം കണ്ണ് മേച്ചു നിന്ന്. പെട്ടെന്ന് തന്നെ കണ്ണ് പൊത്തി തിരിഞ്ഞു നിന്നു. നമ്മൾ വേഗം ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് വന്ന് കാർ എടുത്ത് ഉമ്മ അവളെയും കൂട്ടി വന്നു. ഫ്രണ്ട് ഡോറ് തുറന്ന് അവളെ കയറ്റിയിരുത്തി യാത്രയാക്കി. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ഓളെ വീട്ടിൽ എത്തി. ഇൻഷാ അല്ലാ മറ്റൊരു ദിവസം നമുക്ക് ഈ കഥയുടെ ബാക്കി കേൾക്കാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.